കയ്യെത്തും ദൂരത്ത് ഓഡിറ്റോറിയം ഉണ്ടായിട്ടും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സർക്കാർ സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ് പത്തനംതിട്ട നാരങ്ങാനത്ത് ഒരു അംഗൻവാടി. ഭിത്തിയിലെ വിള്ളലുകൾ പാമ്പുകളുടെ താവളങ്ങളാണ്. 70 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിന്റെ തൂണുകളും മേൽക്കൂരകളും ദ്രവിച്ചിരിക്കുകയാണ്. അടിയന്തരമായി അംഗൻവാടി കെട്ടിടത്തിനായി മറ്റൊരിടം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആദ്യം റിപ്പോർട്ടിലേക്ക്. കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു അംഗൻവാടി പ്രവർത്തിക്കുമ്പോൾ അത് ഉറപ്പുള്ള ബലമുള്ള കെട്ടിടത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ നാരങ്ങാനം എന്ന സ്ഥലത്താണ്. ഈ കാണുന്നത് നാരങ്ങാനം സർക്കാർ ഹൈസ്കൂളിന്റെ പഴയ കെട്ടിടമാണ്. ഈ കെട്ടിടം ഇപ്പോൾ ഉപേക്ഷിച്ചു, കാരണം കാലപ്പഴക്കം കാരണം ഇത് ജീർണിച്ച അവസ്ഥയാണ്. പക്ഷേ ഈ നാരങ്ങാനത്തെ ഒരു അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിന്റെ അവശേഷിക്കുന്ന ഒരു മുറിയിലാണ്. നിരവധി കുട്ടികൾ ഈ അംഗൻവാടിയിൽ പഠിക്കുന്നുണ്ട്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ കെട്ടിടത്തിന്റെ ഭിത്തികളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് അവസ്ഥയിലാണ്. പഴയ കരിങ്കൽ നിർമ്മിതിയാണിത്. ഇതിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു പാമ്പിൻ്റെ പടം കാണാം. ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഇതിൻ്റെ പല ഭിത്തിക്കിടയിലെ ഹോളുകളിൽ ഉണ്ട്. പാമ്പിൻ്റെ പടമാണ് ഈ കാണുന്നത്. ഇതിലാണ് ഇവിടെ അംഗൻവാടി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം. കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാനത്തെ എത്രമാത്രം അധികാരികൾ ലാഭത്തോടാണ് കാണുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ കേരളത്തിൽ എപ്പോഴും എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനം എല്ലാം ഉണർന്ന് പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ അതിനു മുമ്പാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഈ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ആർക്കും അപകടം പറ്റാതിരിക്കട്ടെ, പക്ഷേ ഒരാൾക്ക് അപകടം വന്നിട്ട് നമ്മുടെ സംവിധാനം എല്ലാം പിന്നെ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമില്ല. പിന്നെ അടിയന്തരമായിട്ട് ശക്തമായിട്ട് പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾ നാട്ടുകാരും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നോട്ട് വരും. ഹൈസ്കൂൾ ഓഡിറ്റോറിയം, അതായത് നാരങ്ങാനം ഗവൺമെൻറ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം, ഇത്രയും പണം മുടക്കി ഇവിടെ ഇങ്ങനൊരു ഗവൺമെൻറ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം പണിതിട്ട് അത് ഉപയോഗമില്ലാതെ കിടക്കുന്നു. അതിൻ്റെ തൊട്ട് വശത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ ഇങ്ങനെ ഒരു അംഗൻവാടി പ്രവർത്തിക്കുന്നു. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് അതിന് ഉത്തരവാദിത്വം പറയും? ആ ക്ലാസ് റൂമിൻ്റെ തൊട്ട് മുന്നിലുള്ള ഈ തൂണിൻ്റെ അടിവശം ദ്രവിച്ചിരിക്കുകയാണ്. ഇത് ഏത് നിമിഷവും ഇവിടെ നിന്ന് ഇളകി മാറി ഒരു പക്ഷേ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ക്ലാസ് റൂമിൻ്റെ തൊട്ട് മറുവശത്തുള്ള റൂമിൽ രാത്രി സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. നിറയെ മദ്യക്കുട്ടികളാണ്. ഇതിൻ്റെ മുകൾ വശമുള്ള ആ പട്ടികയെല്ലാം പൂർണ്ണമായും ദ്രവിച്ചോടൊക്കെ ഇളകിയ അവസ്ഥയിലാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പട്ടികയൊക്കെ പൂർണ്ണമായിട്ടും ഇളകി കഴിഞ്ഞു. വണ്ടൊക്കെ വന്ന് കുത്തിയാണ് ഇങ്ങനെ ഈ മരത്തടി ഇങ്ങനെ ദ്രവിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ട് നശിച്ച അവസ്ഥയാണ്. ഈ കെട്ടിടം ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ നാരങ്ങാനം സർക്കാർ ഗവൺമെൻറ് സ്കൂൾ മറ്റൊരു കെട്ടിടത്തിലാണ്, വേറെ ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടം ഇപ്പോൾ ആകെ ഉപയോഗിക്കുന്നത് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഏതായാലും തീരുമാനം എടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. നാരങ്ങാനത്തെ അംഗൻവാടിയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ തത്സമയം ചേരുകയാണ്. പ്രവീൺ, അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ടോ? വയനാട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടിയെ സ്കൂളിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ചത് നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു ഓർമ്മയാണ്. പക്ഷേ ആ സ്കൂളിൻ്റെ സമീപത്തേക്ക് ആ പാമ്പ് വന്ന് കയറുകയായിരുന്നു. ഇത്ര പോലുമുള്ള സാഹചര്യങ്ങളല്ലായിരുന്നു വയനാട്ടിലെ ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഇത് നോക്കൂ, അവിടെ പാമ്പിൻ്റെ പടം പൊഴിഞ്ഞു കിടക്കുന്നത് കാണാനാകുന്നുണ്ട്. പുറ്റുകൾ അവിടെ രൂപപ്പെടുന്ന വിധത്തിൽ കാണാനാകുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും കാണാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വലിയൊരു അപകടം വന്നിട്ട് മാത്രം ഇടപെട്ടാൽ മതിയോ പ്രവീൺ? ബിനിൽ, ഈ നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ ഈ അംഗൻവാടി എന്നുള്ളത് നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ തുടക്കം ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. കാരണം നമ്മൾ നേരത്തെ കണ്ട റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ അവതാളത്തിൽ ആയി തന്നെ കിടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ്, ICDS, പഞ്ചായത്ത് നാരങ്ങാനം. പക്ഷേ ഇത് തൂക്കിയിട്ടിരിക്കുന്ന കമ്പി എന്നുള്ളത് ഇതാ കണ്ടില്ലേ, ഒരു നൂലിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. അത് ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് ചരടിലൊക്കെയാണ് ഇത് കെട്ടിയിട്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വിദ്യാസമ്പന്നമായ നാട് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒരു അംഗൻവാടിയുടെ സർക്കാർ ബോർഡിൻ്റെ അവസ്ഥയാണത്. ഇത് ഏറ്റവും ഒരുപക്ഷെ മാനക്കേട് ഉണ്ടാക്കുന്നതും അതേസമയം തന്നെ വളരെ ഉള്ളിൽ സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഈ ഒരു വിഷയം നാരങ്ങാനം ഗ്രാമപഞ്ചായത്തുമായി സംസാരിച്ചിരുന്നു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ പ്രസിഡന്റ് ഒരു
വിചിത്രമായിട്ടുള്ളൊരു മറുപടിയാണ് നൽകിയത്. അതായത് ഈ പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ഈ മുറിക്ക് മാത്രം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നാണ് നാരങ്ങാനം ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അപ്പോഴും ഒരു ചോദ്യം, ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ഒരു മുറിക്ക് മാത്രമായി എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാം, നാം നേരത്തെ ദൃശ്യത്തിൽ കണ്ട ആ പാമ്പിൻ്റെ പടം അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള ഈ ഭിത്തികളുടെ ഹോളുകളിലൊക്കെ ഒരുപക്ഷെ പാമ്പുകൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ ക്ലാസ് മുറി ഉള്ളത്. ഈ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഏറെ നാളുകളായി മറ്റൊരു സ്ഥലത്തേക്ക് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനുള്ള സ്ഥലം സർക്കാരിൻ്റെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എസ്റ്റിമേറ്റ് ഒപ്പം തന്നെ ടെൻഡർ നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 8 മാസമായി അത്തരത്തിലുള്ള ഒരു പരിശ്രമം അധികാരികൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇനിയും എത്ര നാൾ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിച്ച് ഈ കുട്ടികളെ അംഗൻവാടി അങ്ങോട്ടേക്ക് പ്രവർത്തനം മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ വളരെ നിരാശയോടുകൂടി കാര്യം പറയുന്നത്. കാരണം 8 മാസം കഴിഞ്ഞിരിക്കുന്നു, ഇനിയും എത്ര നാൾ? ഈ സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് പുതിയൊരു അംഗൻവാടിയിലേക്ക് ഈ കുട്ടികളെ മാറ്റാൻ കഴിയുമോ എന്നൊരാശങ്ക കൂടി നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നുള്ളൊരു പ്രതികരണം തേടുക വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അവിടെ പാമ്പിന്റെ പടം ഉൾപ്പെടെ അംഗൻവാടി കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ഒരു മാളം പോലെ പാമ്പ് അതിനകത്ത് അധിവസിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ആ വിധത്തിൽ അപകടാവസ്ഥയിലായിട്ട് പോലും ടെൻഡർ ആയിട്ടില്ല, ഇവിടുന്ന് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. വാടകയ്ക്കൊരു കെട്ടിടം എടുത്തിട്ടാണെങ്കിലും ആ കുട്ടികളെ അവിടെ നിന്ന് മാറ്റണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടിയന്തര ഇടപെടൽ അധികൃതർക്ക് മുമ്പിൽ വെക്കുകയാണ് റിപ്പോർട്ടർ.